ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ആണ്. +1 HDC ഡിഗ്രി അല്ലെങ്കിൽ CA ഫൗണ്ടേഷൻ അതുപോലുള്ള എക്സാമിനൊക്കെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ 2 മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് അതേപോലെ AICPA ഡെഫിനേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ PSC CSEB റിലേറ്റഡ് എക്സാമിനും വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് അക്കൗണ്ടിങ്? നമുക്കറിയാം, ഇന്നിവിടെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സിന് പുറത്തും അകത്തുമായിട്ട് ഒരുപാട് പേരോട് കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ട്രാൻസാക്ഷൻ, വാരിയസ് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ ആ ബിസിനസ്സിൻ്റെ അകത്തും ഉണ്ടാവും പുറത്തും ഉണ്ടാവും. ഏതൊരു കാര്യവും പ്രോപ്പറായി നടക്കാൻ അവിടെ എന്താവശ്യമാണ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണിത്. നമുക്കറിയാം, ഒരു ഡേ തന്നെ 1000 ടൈപ്പ് ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന ബിസിനസ് ഉണ്ട്. അവർക്ക് ഇത് ഒരു എസ്സേ പോലെ എഴുതൽ പോസിബിൾ ആണോ? അല്ലെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ പോസിബിൾ ആണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൻ്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു വൺ വേർഡ് ഒക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലൂക്ക പാസിയോളി. ഈ ഒരു പേര് ഓർമ്മിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അക്കൗണ്ടിങ് റിലേറ്റഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ മാക്സിമം നമ്മുടെ ഒരു കേരളത്തിലെ സ്റ്റുഡൻസോ ഇന്ത്യയിലെ സ്റ്റുഡൻസോ ഒക്കെ ആദ്യം ആലോചിക്കുന്നത് എന്തായിരിക്കും? CA അല്ലേ? അപ്പോൾ നമുക്ക് ലൂക്ക CA എന്ന് വരണം. ലൂക്ക പാസിയോളി എന്ന് ഓർത്താൽ മതി. CA. അക്കൗണ്ടിങ്ങിനെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറയാം? അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു എ ബിസിനസ്. അതായത് ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായതില്ലേ, നമുക്ക് ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുക, ഒരു മീറ്റിംഗ് ബിസിനസ്സിൻ്റെ ഉള്ളിൽ കണ്ടക്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യേണ്ടതില്ല. എന്നാൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പർച്ചേസ് മെഷീനറി, നമ്മൾ ഗുഡ്സ് സോൾഡ് ചെയ്തു, എംപ്ലോയീസിന് വേജസ് കൊടുത്തു, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ്സാണ്. എന്തിൻ്റെ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് മീനിങ്ങിനെ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത വേർഷനാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. ഒരു സ്റ്റേജ് വൈസ് ആണ്. ആദ്യം എന്ത് ചെയ്യണം? ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജേണലിലാണ് റെക്കോർഡ് ചെയ്യുക. ജേണൽ എന്താണെന്നൊക്കെ നമ്മൾ ലേറ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. ലെഡ്ജർ എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. അതൊരു അക്കൗണ്ടാണ്. എന്നിട്ട് അതിനെല്ലാം കൂടി ഒറ്റ നോട്ടത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സമ്മറൈസ്ഡ് ഫോമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ഒക്കെ തയ്യാറാക്കിയിട്ട് നമ്മളൊരു ഇൻ്റർപ്രിറ്റേഷൻ നടത്തും. എന്നിട്ട് അത് ആർക്കാണോ ആവശ്യമുള്ളത് ആ യൂസേഴ്സിന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ യൂസർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ യൂസറും ആവാം, എക്സ്റ്റേണൽ യൂസറും ആവാം. ഇൻറ്റേർണൽ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ളവർ, എംപ്ലോയീസ് ആവാം, മാനേജ്മെൻറ്റ് ആവാം, ഓഫീസേഴ്സ് ആവാം, അങ്ങനെ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള യൂസേഴ്സിനെയാണ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ആവാം, ബിസിനസ്സിന് കടം കൊടുത്തിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ആവാം. അങ്ങനെ ആർക്കൊക്കെയാണോ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് അവർക്കൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഓവറോൾ പ്രോസസ്സ് നടത്തുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രയാണ് അപ്പോൾ മീനിങ്ങിൽ വരുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത് ലൂക്ക പാസിയോളി. പിന്നെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. എങ്ങനെ ട്രാൻസാക്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു,
അത് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു, ലെഡ്ജർ വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യുന്നു, അതിനെപ്പറ്റി നമ്മളൊരു ഇൻ്റർപ്രിറ്റേഷൻ നടത്തുന്നു, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്, എന്നിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആർക്ക്? അത് വേണ്ട വാരിയസ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ട് പല ആൾക്കാർ അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല തരത്തിലുള്ള ഡെഫിനേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. എന്നാലും മോസ്റ്റ് വൈഡ്ലി അറിയപ്പെടുന്ന ഒരു ഡെഫിനേഷനാണ് AICPA പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡെഫിനേഷൻ. AICPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഈ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവൽ പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ്. അവർ ഫോം ചെയ്തിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് എങ്ങനെ ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയറോഫ്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ്. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ഇതിൽ അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും സിഗ്നിഫിക്കൻറ്റ് മാനർ, അതായത് കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? മോണിറ്ററി ടേംസിലാണ്, അതായത് എമൗണ്ട് രൂപത്തിൽ. ദെൻ ഫൈനലി ഇത് ഒരു ഇൻ്റർപ്രിറ്റേഷൻ നടത്തിയിട്ട്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിഞ്ഞിട്ട് അത് പ്രിപ്പയർ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ഇതിൽ പറയുന്നത്. മുകളിൽ പറഞ്ഞിട്ടുള്ള സെയിം മീനിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ വെർഷനാണ് ഇവിടെ, അക്കോർഡിംഗ് ടു AICPA ഒരു ഡെഫിനേഷൻ വെർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.